74 കിലോ 74 വെച്ചിട്ട് അതിന്റെ തെളി ഇങ്ങുള്ള ദോശയായിട്ട് അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെ. കുറച്ചെടുത്ത് ഇതിലേക്കാക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. ആയിക്കോട്ടെ. നമ്മുടെ കൊപ്രയുടെ പണി ഉണ്ടല്ലോ ഇന്നത്തോടുകൂടി കഴിയണം കേട്ടാ. അപ്പൊ നമ്മൾ വെട്ടി നുറുക്കിയിട്ട് കഴിഞ്ഞൊരു വീഡിയോയിലേക്ക് നമ്മൾ വെട്ടി നുറുക്കണതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ആട്ടാൻ കൊണ്ടുപോവാണ്. അപ്പൊ ആട്ടാൻ കൊണ്ടുപോണേക്കാളും മുന്നായിട്ട് നമ്മൾ ഇതാ വെട്ടി നുറുക്കിയ നമ്മുടെ കൊപ്ര കുറച്ചു നേരം ഒന്ന് വെയിൽ കൊള്ളിക്കും. അപ്പൊ ഇതാ ഇനി അതൊക്കെ നമ്മൾ വാരി ഒരു ചാക്കിലേക്ക് ഇടട്ടെ കേട്ടാ. കൊപ്രയ്ക്ക് വാരി കഴിഞ്ഞോട് കൂടി അതിന് ഷായിട്ട് വന്നു. അപ്പൊ പിന്നെ ഷായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിന്നു കേട്ടാ. കഴിഞ്ഞ ഷായിട്ടാ പറഞ്ഞു ചെരട് ഇനി ഒരു ചെറുട് വേണല്ലോ. അപ്പൊ എവിടെ നമുക്കിത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ ആട്ടാ. അധികം വഴി പോവൊന്നും വേണ്ടല്ലോ ഷായിട്ടാ. 2 കിലോമീറ്റർ പോയാ ഉണ്ടെങ്കിൽ നമ്മുടെ ആട്ടണ സ്ഥലത്തുട്ടാ. അത് ആട്ടിക്കൊണ്ട് വരട്ടെ. ഇനി നമുക്ക് ചോളം പൊട്ടിക്കാണ്ടിട്ടാ. ഇപ്പൊ ചോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മളിതാ അണ്ണാമാർക്കൊക്കെ തിന്നാൻ കൊടുക്കാറുണ്ട് ഇവിടെ. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ളത് നമ്മൾ കവറിടില്ലേ. ഇപ്പൊ കണ്ട ഇവിടത്തെയും ഇതാ ഇതും ഇങ്ങനെ ഇവിടെ എടുത്തൊക്കെ തിന്നു കഴിഞ്ഞു. പക്ഷെ നമ്മുടെ വീട്ടാവശ്യത്തിന് കണ്ട ഇതൊക്കെ അവർക്ക് കൊടുത്തിട്ടുള്ള കേട്ടാ. കാരണം അവർക്ക് എന്തെങ്കിലും നമ്മൾ തിന്നാൻ കൊടുത്തില്ലെങ്കിലേ അവര് നമ്മൾ നട്ടിട്ടുള്ള പയറ അങ്ങനെയുള്ള ഒക്കെ തിന്ന് തീർക്കും. അപ്പൊ ഇവിടെ എന്തെങ്കിലും കൊടുക്കും. പക്ഷെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കുറച്ച് കവറിട്ട് നിർത്തിയിട്ടുള്ള ചോളം ഉണ്ട്. അത് ഞാനൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ. എന്റെ ചെരുപ്പ് ഇവിടെ താന്നു.
ഇതാ കണ്ട ഞാൻ കവറിട്ട് നിർത്തിയതാ അതിനും കൂടി വന്ന് തിന്നോര് നോക്കിയേ. അപ്പൊ ഇനി ഇത് എടുക്കാൻ പറ്റില്ല. കണ്ട ഇതാണതേ ഇപ്പൊ ഈ ഭാഗമൊക്കെ തിന്നു കഴിഞ്ഞോട്ടെ. അവർ കണ്ട നന്നായി മണിയുണ്ട്. ഇനിയിപ്പൊ അതും കൂടി അവരെന്നെ തിന്നോട്ടെ. ഇതുമിക്കിത് പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കിട്ടിയിട്ടില്ല അവർക്ക്. അപ്പൊ ഇനി നമുക്ക് കയറാട്ടെ വീട്ടിലേക്ക്. കുട്ടികളെ അയ്യോ അപ്പൊ ഷായിട്ടതാ വെളിച്ചെണ്ണ ആട്ടി വന്നൂട്ടാ. പിന്നെ ഇത് പുതിയ ആളിട്ടാ. പുതിയ ആളല്ല, നമ്മുടെ വീട്ടിലെ പഴയ ആൾ തന്നെ. അനിയന്റെ ഏറ്റവും അനിയന്റെ മോളാട്ടാ മിന്നു. അപ്പൊ മിന്നു കുറച്ചു നേരം എന്റെ അടുത്തുണ്ടാവും. ഇത് കഴിഞ്ഞ അവൾക്ക് നീന്തൽ പഠിക്കാൻ പോണം. അപ്പൊ അവൾ അങ്ങോട്ട് പോവും. പിണ്ണാക്ക് കൊണ്ടുവന്നിട്ടില്ലേ ഷായിട്ടാ? അതെ അവര് പഠിക്കോ? വരുമല്ലോ. വെളിച്ചെണ്ണ ചേക്കേ ഭയങ്കര വെയിറ്റാ. അത് എന്നെ കൊണ്ട് അങ്ങോട്ട് പൊക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാ. മറ്റേ നാളികേരൊന്നും എടുക്കണ പോലെയല്ല. വെളിച്ചെണ്ണ ആകുമ്പോ വെയിറ്റ് കൂടുതൽ തോന്നുന്നു നമുക്ക്. കാരണം 20 ലിറ്റർ ഒക്കെ ഉണ്ട് ഒരെണ്ണത്തിൽ തന്നെ. ഇപ്പൊ മൊത്തം എത്ര വെളിച്ചെണ്ണ ഉണ്ടെന്ന് പറഞ്ഞേ? ഇത് 74 കിലോ. 74 കിലോ. അത് നമ്മുടെ തേങ്ങ 110. അപ്പൊ 110 കിലോ തേങ്ങയ്ക്ക് നമുക്ക് 74 കിലോ വെളിച്ചെണ്ണയായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ഈ വെളിച്ചെണ്ണ ഇന്ന് പാട്ടി കൊണന്നല്ലോ. ഇനി നമ്മളിത് ഒരാഴ്ച ഇങ്ങനെ തന്നെ വെക്കൂട്ടാ. ഒരാഴ്ച കഴിയുമ്പോ ഇത് നല്ല തെളിഞ്ഞ് ഉള്ള നല്ല വെളിച്ചെണ്ണയായിട്ട് കിട്ടും. അപ്പൊ ഇതിന്റെ അടിയിൽ കുറച്ച് ഊറിലൊക്കെ ഉണ്ടാവും. അപ്പൊ അത് കാരണം നമ്മൾ തെളിഞ്ഞ് വരുമ്പോ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക ചെയ്യാട്ടാ. അതിനുശേഷം നമ്മള് ഈ വെളിച്ചെണ്ണ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യണ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇത് ഒരെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പോകുന്നൊരു പാത്രത്തിൽ നമ്മള് കുരുമുളകാണ് ഞാൻ ചതച്ചിടുക. അതിപ്പോ എങ്ങനെയാണെങ്കിൽ ഒരു 10 ലിറ്ററിന്റെ ഒരു ജഗ്ഗിലേക്കാണ് നമ്മൾ കുരുമുളക് ചതച്ചിടണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂണ് കുരുമുളക് എടുത്തിട്ട് വെറുതെ ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് വെച്ചാൽ മതി. അതായത് എനിക്കിപ്പോ ഒരു 1-1.5 കൊല്ലം വരെ വെളിച്ചെണ്ണ സുഖമായിട്ട് കേടാവാതെ ഇരിക്കാറുണ്ട് കേട്ടാ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്യുക. അപ്പൊ ഇനി ഞാൻ എന്താ പറയാ, ഇതിൽ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് നന്നായിട്ട് എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞു വരില്ലോ. വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന സമയത്ത് ഞാൻ അത് ഏതെങ്കിലും ഒരു വീഡിയോയില് കാണിച്ചു തരുന്നുണ്ട് കേട്ടാ. അല്ലുമണി ദാ ഇന്ന് പുറക്കൊന്നുമില്ല കേട്ടോ. ഇന്ന് നമ്മുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വെളിച്ചെണ്ണയ്ക്കും കൊണ്ട് ഇവിടെ ഇറക്കി വയ്ക്കണേണ്ടപ്പോഴേ ആള് ഓടി വന്നു നമ്മുടെ അടുത്തേക്ക്. അല്ലു ഇരുന്നോട്ടാ. വിശക്കുണ്ടടി മണി നിനക്ക്? വിശക്കുണ്ടാ? വിശക്കുന്നുണ്ടാവും. അതിന് വന്ന് നോക്കണം. അപ്പൊ അവൾക്ക് എന്തെങ്കിലും കൊടുക്കും വേണം. എന്നിട്ട് പണിയേ വിശക്കുണ്ടായിരുന്ന പൊന്നു നിന്നാ തിന്നോ. മോള് കഴിച്ചോട്ടാ. കഴിക്കടി മണിയെ. കഴിക്കാൻ പറഞ്ഞാലല്ലേ അവള് കഴിക്കുള്ളൂ. കഴിക്കുന്ന എന്റെ മോള് തിന്നോ. അല്ലുമണി തിന്നേ. ഒരു 2-3 പ്രാവശ്യമെങ്കിലും എന്നെ കൊണ്ട് പറയിപ്പിക്കും തിന്നേ തിന്നെന്ന് പറഞ്ഞാൽ മാത്രം അവള് തിന്നുള്ളൂട്ടാ. ഇനി വല്ല തീറ്റ കഴിയാണ്ട് എനിക്ക് ഇവിടെ എണീറ്റ് പോകാനും പറ്റില്ല. ഞാൻ ഇവിടെ എണീറ്റ് പോവാണെങ്കിൽ അവൾ അതേ സ്പീഡിൽ അപ്പുറത്തേക്കും പോകും. ഈ തീറ്റ കാക്കകളൊന്നും തിന്നും. ഇന്ന് നമ്മളുണ്ടല്ലോ റവാ ദോശയായിട്ട് ഉണ്ടാക്കണത്. അപ്പൊ അതിലേക്ക് നമുക്ക് ക്യാരറ്റിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ പറമ്പിലത്തെ പച്ചമുളകും അതേപോലെ വേപ്പിലയും ക്യാരറ്റൊക്കെ നമുക്ക് പറിക്കാൻ പോവാട്ടാ. അപ്പൊ നമ്മുടെ ക്യാരറ്റ് കേട്ടാ, ക്യാരറ്റ് എല്ലാതും പറിക്കാറായി തുടങ്ങിയിട്ടുണ്ട്. നോക്കിയേ എന്താ ഇപ്പൊ പുറത്തേക്ക് നിൽക്കുന്നുണ്ട് ഒരാള്. അപ്പൊ ഞാൻ ഇതാട്ടാ പറിച്ചെടുക്കണേ. നോക്കിയേ ഒരു ക്യാരറ്റ് മതിട്ടോ നമുക്ക്.
അതേപോലെ നോക്കിയേ ഈ കാറ്റില കടക്കി കണ്ടോ നിക്കണേ, മണ്ണ് നീക്കി കഴിഞ്ഞാൽ കാണാട്ടാ. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ റാപ്പിൽ പച്ചമുളക് പൊട്ടിക്കാൻ പോവാട്ടാ. നോക്കിയേ നമ്മുടെ റംബുട്ടാൻ ഉണ്ടായി തുടങ്ങിട്ടാ. ഈ റംബുട്ടാൻ എന്ന് പറയുന്നത് ഒന്നും മിണ്ടാണ്ടിക്കടാ. നമ്മുടെ കോഴികൾ ഞാൻ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെ അവര് ബഹളം വെച്ച് തുടങ്ങി. നമ്മുടെ ഈ റംബുട്ടാൻ വെച്ചിട്ട് 2 വർഷമായിട്ടുള്ളൂ കേട്ടാ. ദേ കായൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായി കിട്ടുന്നു വിചാരിക്കുന്നു. കൊഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ വട്ടത്തിൽ നന്നായിട്ട് പൊട്ടിക്കാൻ കിട്ടൂട്ടാ. നമ്മുടെ പച്ചമുളക് കേട്ടാ, നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു പച്ചമുളകാണത്. ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോവാം. ക്യാരറ്റ് ഒന്നേ കഴുകിയെടുക്കാം അവിടെ നിന്ന് തന്നെ. കുട്ടികളെ ശരി ട്ടാ. നമ്മളുണ്ടല്ലോ റവ ദോശ ഉണ്ടാക്കണേന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിലേക്ക് നോക്കിയാൽ ഒരു സവാള വേണം, പിന്നെ ഒരു 4 പച്ചമുളക് വേണം, ഒരു കഷ്ണം ഇഞ്ചി വേണം. പച്ചമുളക് ഇപ്പൊ ഇതിൽ ഇത്തിരി കൂടുതലുണ്ട്, ഇതിൽ നിന്ന് നമ്മൾ 4 എണ്ണം എടുക്കുള്ളൂ കേട്ടാ. പിന്നെ നമ്മുടെ ക്യാരറ്റ്. അപ്പൊ സവാള നോക്കിയേ നല്ല ചെറിയതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ പച്ചമുളക് കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടാ. നാല് പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാനേ പച്ചമുളക് നമ്മുടെ ദോശയിലേക്ക് ആയിട്ട് എടുത്തിട്ടുള്ളത് അധികം മൂക്കാത്ത ഒരു ചല്ല് പോലത്തെ പച്ചമുളക് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ എരിവ് അധികം വേണ്ടാന്ന് വെച്ചിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടാ. അപ്പൊ പച്ചമുളകൊക്കെ എടുക്കുമ്പോ എല്ലാവരും ഇപ്പൊ 4 എണ്ണം എടുക്കണമെന്നില്ല, 2 എണ്ണം നല്ല മൂത്ത പച്ചമുളകൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതിട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിട്ടാ, അതും ചെറുതാക്കി തന്നെ നമുക്ക് അരിഞ്ഞെടുക്കണം. കണ്ട ഇതേപോലെ നല്ല പൊടിയായിട്ട് തന്നെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് കേട്ടാ, ക്യാരറ്റും നമുക്ക് നല്ല കനം കുറവിൽ തന്നെ അരിഞ്ഞെടുക്കണം. അപ്പൊ ക്യാരറ്റിന്റെ തൊലി ആദ്യം കളഞ്ഞെടുക്കാം കേട്ടാ. ഒന്ന് കഴുകി കൊണ്ടിട്ട് കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ ക്യാരറ്റ് നോക്കിയാ ഇങ്ങനെ ചെരുകിയെടുക്കാട്ടാ. അപ്പൊ നോക്കി ഞാനൊരു ഫുൾ ക്യാരറ്റ് മുഴുവൻ എടുത്തിട്ടില്ല, കാരണം എനിക്ക് നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ കേട്ടാ ഇതിലേക്ക്. അപ്പൊ ഇത്രയും പച്ചക്കറികളാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ റവ ദോശ ഉണ്ടാക്കുമ്പോ എന്ത് പച്ചക്കറികൾ വേണമെങ്കിലും നമുക്ക് നല്ല കനം കുറച്ച് അരിഞ്ഞൊക്കെ ഇടാം കേട്ടാ. മല്ലിയില ഇടാം, പക്ഷെ ഞാൻ മല്ലിയില ഇടുന്നില്ല, കാരണം നമ്മൾ പുതിന ചട്നിയാണ് ഞാൻ ഇതിലേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോ അതിൽ അത്യാവശ്യം ഒരു മല്ലിയിലയുടെ ആവശ്യം വരുന്നുണ്ട്. അപ്പൊ ഇതിലും കൂടി മല്ലിയില വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ മല്ലിയില ഉപയോഗിക്കുന്നില്ല കേട്ടാ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചീരല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എന്ത് വെജിറ്റബിൾസ് നമുക്ക് ഈ ദോശയിൽ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടാ. അപ്പൊ നമുക്കിടല്ലോ റവ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയേ ഞാൻ ഒരു ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് നമ്മൾ എടുത്ത ഏത് ഗ്ലാസ് ആണോ ആ ഗ്ലാസിന്റെ പകുതി അരിപ്പൊടി കേട്ടാ, അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അധികം പുളിയില്ലാത്ത
ഒരു 3 ടീസ്പൂണോളം തൈര്. പിന്നെ നമുക്ക് ഈ റവ ദോശ ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഇതിലേക്ക് മൈദ വേണമെങ്കിൽ ചേർക്കാട്ടാ. ഞാൻ ചേർക്കണില്ല. അങ്ങനെ ചേർക്കാണെങ്കിൽ തന്നെ 2 ടീസ്പൂൺ മൈദ ചേർത്താൽ മതി. ഇനി നമ്മള് ഈ അരിഞ്ഞു വെച്ചതുണ്ടല്ലോ ഇതല്ലാതെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ഉപ്പും പൊടി ഇട്ടാ. അപ്പൊ ഞാനിതാ ഒരു 1/2 ടീസ്പൂൺ അത്ര എടുത്തിട്ടില്ല, കുറേശ്ശായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നന്നായി കലക്കിയെടുക്കാം. റവാ ദോശ ഉണ്ടാക്കുമ്പോഴേ നമ്മുടെ മാവ് നല്ല അഴവിലായിട്ടിരിക്കണം കേട്ടാ. അപ്പൊ എന്താ പറയാ, ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം നമുക്ക്. ഇത്രയും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ചെറുതായിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് വെച്ച് നാവുമ്പോ വെച്ച് നോക്കാട്ടാ. അപ്പൊ ഇതിപ്പോ നമുക്ക് ഇങ്ങനെ നമ്മൾ നന്നായി കലക്കിയല്ലോ. ഇത് ഇനിയൊരു അരമണിക്കൂർ നേരം നമുക്ക് ഇങ്ങനെ തന്നെ വെക്കണം. അപ്പൊ നമുക്കിത് ഇങ്ങനെ തന്നെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടാ. നമ്മുടെ മാവ് റെഡി ആവാൻ വേണ്ടി എന്തെങ്കിലും അരമണിക്കൂർ കഴിയുമല്ലോ. ആ ടൈം കൊണ്ട് നമുക്കുണ്ടല്ലോ തീ കത്തിച്ച് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ചട്നി റെഡി ആക്കാട്ടോ അതിലേക്കുള്ളത്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് പുതിന ചട്നിയാണ്. ചീനച്ചട്ടി ചൂടായി അതിലേക്ക് നോക്കി നമ്മളിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 ടീസ്പൂൺ അവിടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടാ. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് നോക്കി 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മൺചട്ടി ആയ കാരണമായിട്ട് ഇങ്ങനെ പുകയണത്. അപ്പൊ ഇതാ ജീരകം ഇട്ട് നന്നായിട്ടൊന്ന് ജീരകം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ നോക്കിയാൽ കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് ഇട്ട് ഒപ്പം തന്നെ നമ്മൾ നോക്കിയാൽ അതിലേക്ക് ഉഴുന്നും പരിപ്പ് 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. നമുക്ക് ഇതൊക്കെ ഒന്ന് ഒരു ചെറുതായിട്ടൊരു കളർ ഒന്ന് മാറണ വരെ നിൽക്കാം. ചെറുതായിട്ട് മാറാനേ പാടുള്ളൂ കേട്ടാ. കടലപ്പരിപ്പ് ഉഴുന്നും പരിപ്പൊക്കെ ചെറുതായിട്ടൊരു കളർ മാറി തുടങ്ങുന്നുള്ളൂ കേട്ടോ. ആ സമയത്ത് നമ്മളിതാ ഒരു 5 പച്ചമുളക് നടു കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് ഉള്ളിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ. ഇനി ഈ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് നമുക്ക് നല്ലൊരു ബ്രൗൺ കളർ ആവണം. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നു കേട്ടാ. നമ്മൾ നോക്കിയാൽ വെളുത്തുള്ളിയും കൂടി നോക്കിയാൽ ഇട്ടിട്ടുണ്ട് കേട്ടാ. ഒരു 4 പൊറ്റ് വെളുത്തുള്ളിയും കൂടി നമ്മൾ ഈ ഉള്ളിയിലൊപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് എടുത്ത് പറയാൻ മറന്നു. അപ്പൊ വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് നമുക്കൊരു എന്താ പറയാ നന്നായിട്ടൊരു കളർ മാറണ വരെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടാ. പിന്നെ നമുക്ക് ഇതിലേക്ക് തക്കാളിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഇന്ന് എന്താ മൊത്തത്തിലൊരു മറിവാണല്ലോ. അപ്പൊ ഞാൻ തക്കാളി പൊട്ടിക്കാൻ മറന്നു. അപ്പൊ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് വേഗം പോയിട്ട് തക്കാളി കൂടി പൊട്ടിച്ചിട്ട് വരാം. കാരണം ഇതൊക്കെ ഒന്ന് വഴറ്റി വരെ ഇത്തിരി സമയം എടുക്കും. അപ്പൊ തീ കുറവിലിരുന്നാലും കുഴപ്പമില്ല കേട്ടാ. അപ്പൊ 2 ചെറിയ തക്കാളി നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. ആയിട്ടില്ല. ഉള്ളിയൊക്കെ ഒരു ചെറുതായിട്ടൊരു എന്താ പറയാ ഒരു ഗോൾഡൻ കളർ കയറണ വരെ ആക്കി എടുക്കണം കേട്ടോ നമ്മളിത്. നോക്കിയാൽ നമ്മുടെ ഉള്ളിലേക്ക് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ കയറിയിട്ടുണ്ട്. ഇനി നമ്മുടെ തക്കാളി ഉണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഈ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതിലേ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് കായപ്പൊടി ഇട്ടാ. നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ഒരു ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത്രയുള്ള മല്ലിയില ആട്ടാ. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ. കൂടെ തന്നെ നമുക്ക് നോക്കിയേ പുതിന നമ്മൾ നന്നായിട്ട് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്.
ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് പുതിനയും അതേപോലെ മല്ലിയിലയും ഒക്കെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടാ. മല്ലിയിലയും പുതിനയിലും ഒക്കെ ഇട്ട് നന്നായിട്ട് ഇത് വഴറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉണ്ടല്ലോ ഇതാ ഒരു 1/4 മുറി തികച്ചില്ല, ഞാൻ ഇതെങ്ങനെ പിടിക്കട്ടെ, 1 2 ഇതാ പിന്നെ ഒരു തുണ്ട് കൂടി, അത്രയും നാളികേരാട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതാ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഈ ഒരു ചൂട് മതി നമുക്ക്. നമ്മുടെ ചീനച്ചട്ടിയിലിട്ട് അതെ നാളികേരമൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വെറുതെ എല്ലായിടത്തേക്കും മസാലകളൊക്കെ ഒന്ന് സെറ്റ് ആവണ പോലെ നമ്മളിങ്ങനെ ആക്കിയെടുക്കുക. അത്രേ വേണ്ട കേട്ടാ, അല്ലാതെ നാളികേരം നമ്മൾ ചൂടാക്കി അങ്ങനെ ഒന്നും വേണ്ട. ഇനി നമുക്കിത് ചൂടാറി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് കേട്ടാ. നോക്കിയേ നമ്മുടെ എന്താ പറയാ ചട്നിക്കുള്ളത് ചൂടാറിയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടാ. നല്ല പേസ്റ്റ് പോലെ തന്നെ അടിച്ചെടുക്കണം കേട്ടാ. പിന്നെ ഇതിലേക്ക് എരിവിനുണ്ടല്ലോ നമ്മൾ പച്ചമുളക് മാത്രമാണ് ഉപയോഗിച്ചോളൂ. അപ്പൊ എരിവ് കൂടുതൽ വേണമെങ്കിൽ വീണ്ടും പച്ചമുളകൊക്കെ നമുക്ക് എണ്ണം കൂട്ടിയിടാട്ടാ. പിന്നെ പറഞ്ഞാൽ നമ്മുടെ ദോശയിലേക്ക് നമ്മൾ റെഡി ആക്കുമ്പോൾ തന്നെ അതിൽ പച്ചമുളക് ഇടുന്നുണ്ട്, അതേപോലെ കുരുമുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എരിവ് രണ്ടും കൂടി ആകുമ്പോൾ തന്നെ ഏതാണ്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇതില് ഒരു പച്ചമുളകിന്റെ ഒക്കെ എണ്ണ ഞാൻ കുറച്ചിട്ടുള്ളത് കേട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ഇതാ ഉപ്പൊക്കെ എപ്പോഴും കുറവിട്ടാൽ മതി, വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പൊ ഞാനിതാ ഒരു 1/4 ടീസ്പൂണേക്കാളും കൂടുതൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. നോക്കിയേ കണ്ട, ഇതേപോലെ നമ്മളിത് നല്ല കട്ടിയിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി അഴവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് അങ്ങനെ അരവിലേക്ക് അടിച്ചെടുക്കാം കേട്ടാ. പക്ഷെ ഇതേപോലെ കട്ടിയിൽ അടിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് താളിക്കണം. അപ്പൊ ഞാൻ എന്താ തീ കത്തിച്ച് നമ്മളൊരു ചീനച്ചട്ടി അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ചീനച്ചട്ടി ചൂടായി നോക്കിയാൽ നമ്മൾ അതിലേക്ക് ഇതാ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടാ. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് നോക്കി നമ്മളിതാ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് 2 വറ്റമുളക് ഇതാ നടുമുറിച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടാ. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നോക്കിയാൽ ഒരു കതിര് കറിവേപ്പില. നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ. നമ്മുടെ ചട്ടിനിയിലേക്ക് കുറച്ചെടുത്ത് ഇതിലേക്ക് ആക്കാം. അപ്പൊ ഇതാ നമ്മുടെ പുതിന ചട്നി റെഡി ആയിട്ടുണ്ട്. ചട്നിയിൽ ഞാൻ ഉപ്പുണ്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ. അപ്പൊ നിങ്ങൾ എപ്പോഴായാലും ചെയ്യുമ്പോൾ അടിച്ചു കൊണ്ടുവരുമ്പോ തന്നെ ഉപ്പുണ്ടോ നോക്കിയോളൂ, എന്നിട്ട് വേണമെങ്കിൽ അപ്പം ഇട്ട് കൊടുത്തോളൂ കേട്ടാ. അപ്പൊ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ദോശ ഉണ്ടാക്കാറായിട്ടുണ്ട് കേട്ടാ. അപ്പൊ നോക്കിയാ ഈ ഒരു അഴവല്ല, ഇതിനും കൂടുതൽ നമുക്കൊരു അഴവ് വേണം കേട്ടാ. അപ്പൊ ഞാനിതാ കുറച്ചും കൂടി വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ആയിരിക്കണം നമ്മുടെ അളവ് കേട്ടാ. അപ്പൊ അതനുസരിച്ച് നമ്മള് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ഒരു അഴവാക്കി എടുത്തോളൂ കേട്ടാ. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. നമുക്കുണ്ടല്ലോ ഇതാ ഗ്യാസ് കത്തിച്ച് നമ്മുടെ ദോശപാത്രം അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവണം കേട്ടോ ദോശപാത്രം നന്നായി ചൂടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ദോശ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കണം കേട്ടാ. ഇങ്ങനെ ഇളക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിൽ ഒഴിക്കുക. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ. റൗണ്ടിൽ ഒഴിച്ചു കൊടുത്തോളൂ, അപ്പൊ നല്ല റൗണ്ട് ആയിട്ട് കിട്ടും. പിന്നെ ഇത് എന്താ പറയാ മുട്ടിച്ച് ഒഴിക്കണമെന്നില്ല, ഓട്ടകൾ നിക്കണം കേട്ടോ നമ്മുടെ ഇതിന്. ഇനി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തീ കുറവിൽ വെക്കണം. ഏറ്റവും തീ കുറവിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. മാവ് ഒഴിച്ച് നമ്മുടെ ദോശ നോക്കി ഇതേപോലെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കുണ്ടല്ലോ ഇതാ നെയ്യ് പുരട്ടി കൊടുക്കാം കേട്ടാ. എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിൽ തന്നെ ഒന്ന് പുരട്ടി കൊടുത്തോളൂ കേട്ടാ.
നോക്കിയേ നമ്മുടെ ദോശ ഇതാ കണ്ട ഒരു ഗോൾഡൻ കളർ പോലെ വന്നു തുടങ്ങി. അപ്പൊ ഈ അരിയൊക്കെ ഒന്ന് പതുക്കെ പൊന്തി തുടങ്ങും കേട്ടാ. ഈ സമയത്ത് നമുക്കിതാ പതുക്കെ ഒന്നെടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ റവ ദോശ. റവ ദോശക്ക് നിറച്ച ഓട്ടകൾ ഉണ്ടാവും. ഇനി നമുക്കുണ്ടല്ലോ ഇതാ അടുത്തത് ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടാ. അപ്പൊ എപ്പോഴും ഞാൻ മുന്നേ പറഞ്ഞ പോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കണം. ഇളക്കിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടാ. വീണ്ടും ഞാനിതാ തീ കുറച്ച് വെച്ചു. ദോശ നോക്കിയേ ഇതേപോലെ ഡ്രൈ ആയി വന്ന സമയത്ത് നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ഇതാ നെയ്യൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് പുരട്ടി കൊടുക്കണ്ട കേട്ടാ. നമ്മുടെ ഈ റവ ദോശ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ഞാൻ ഒരു വട്ടം പറയാണ്, നമ്മുടെ പാൻ നല്ല ചൂടായിരിക്കണം. ആ സമയത്താണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പക്ഷെ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ കുറവിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് ആ എന്താ പറയുക നല്ല ഗോൾഡൻ കളറൊക്കെ കയറി നമുക്കത് പതുക്കി എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ ആകെ വിണ്ട് പൊളിഞ്ഞ് നമുക്ക് എടുക്കാൻ കിട്ടില്ല കേട്ടാ. ഇപ്പൊ നോക്കിയാൽ നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ ദോശ വേണ്ട നോക്കിയേ ഇതേപോലെ നിറച്ച ഓട്ടകളായിരിക്കണം നമ്മുടെ റവ ദോശ ഉണ്ടാക്കുമ്പോ കേട്ടാ. നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് രണ്ടാമത്തെ നമുക്ക് എടുക്കാം കേട്ടാ. ഒരു കൈയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെ നമ്മൾ എടുക്കണം കേട്ടാ. ഇതേപോലെ തന്നെ ഇനി ബാക്കിയുള്ളത് എല്ലാം അത് ഞാൻ ഉണ്ടാക്കി എടുക്കട്ടെ. മുന്നേ പറഞ്ഞ പോലെ വീണ്ടും പറയാണ്, നന്നായിട്ട് ഇളക്കി കൊടുത്ത് തീ കൂട്ടി വെച്ച് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ലാസ്റ്റത്തെ ദോശ എന്താ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ എന്താ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടാ. ലാസ്റ്റത്തെ ആയ കാരണം നമുക്ക് കൈ കൊണ്ടൊക്കെ എടുക്കാൻ കണ്ട നല്ല ഭംഗിയുള്ള ദോശയായിട്ട്. അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഷായറ്റിന് വിളിക്കട്ടെ കേട്ടാ. ഒരു വെറൈറ്റി കാണുമ്പോ കാണുമ്പോണ്ട് ഒരു കളർഫുള്ള് അടിപൊളി തന്നെ. നല്ല ടേസ്റ്റ് ആട്ടാ. ഇത് ഭയങ്കര രസട്ടാ. അടിപൊളിയല്ലേ ഇത്. ഏത് സമയത്തും കഴിക്കാം. ഉച്ചയ്ക്കാ വൈകിട്ടാ കാലത്താ ഏത് സമയത്തും കഴിക്കാൻ പറ്റി. കാപ്പി കൂടി കഴിക്കാനൊക്കെ ഏറ്റവും രസട്ടാ. അടിപൊളി. പറയണ്ട ദോശനെ പറ്റി. ദോശനെ കുറിച്ച് നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ തീ കുറവിലൊക്കെ ഇട്ടിട്ട് നിക്കുകയാണെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല രസത്തിൽ നമുക്ക് ഉണ്ണികൾക്കൊക്കെ ഇഷ്ടം കഴിക്കുമ്പോ. അപ്പൊ എല്ലാവരും ഒന്ന് നോക്കിയോളോ. ഒരു വെറൈറ്റി ദോശ തന്നെയാട്ടത്, റവ ദോശ. നിർത്തല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ. നമ്മളിപ്പോൾ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നത് നമ്മുടെ നാളികേരം തുടക്കം മുതൽ നമ്മൾ വെളിച്ചെണ്ണ ആക്കി വരണുള്ള കുറച്ച് ഭാഗങ്ങളായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു ഭാഗങ്ങൾ നമ്മൾ ചെയ്യുന്നത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ കൊപ്ര എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഉണക്കി വെളിച്ചെണ്ണയാക്കി എടുക്കണേന്നുള്ള കുറേ ഭാഗങ്ങളായിട്ടാണ്. അപ്പോൾ അത് വന്നിട്ടുള്ള ആ വീഡിയോകളൊക്കെ നമ്മൾ എന്താ പറയുക അതിൻ്റെ ലിങ്കുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതൊരാഴ്ചയോളം നമ്മളിങ്ങനെ വെക്കൂല ഷൈട്ടാ.